എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന കേസ് വന്നിട്ട് വളരെ ഷോക്കിംഗ് ആയിരിക്കുന്ന ഒരു കേസാണ്. ഈ കേസിനെ കുറിച്ച് വന്നിട്ട് പേരൻസ് ആയിരിക്കുന്ന എന്ന് വെച്ചാൽ കുട്ടികളുടെ അച്ഛനമ്മമാർ വന്നിട്ട് ഈ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് വന്നിട്ട് ഉത്തർപ്രദേശിൽ വെച്ചാണ്. ഞാൻ ആ കേസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്നതാണ്. പേരൻസ് ആയിരിക്കുന്നവർ വന്നിട്ട് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇത് വന്നിട്ട് അവരുടെ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ കുട്ടികൾ വന്നിട്ട് ഈ വീഡിയോ കാണാൻ പാടില്ല എന്നല്ല, കുട്ടികളും മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം. ഇതുപോലെ നടന്നിരിക്കുന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ട് ഉപകാരമായിരിക്കുക എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ കേസിനെ കുറിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് വന്നിട്ട് ഒരു അച്ഛന്മാരുടെയും അമ്മമാരുടെയും സ്നേഹം വന്നിട്ട് കുട്ടികളുടെ മുകളിൽ സമ്പൂർണ്ണമായി കിട്ടാത്തതും പിന്നീട് വന്നിട്ട് അവരുടെ കെയർ ചെയ്യാത്തതിനാണ് ഇതുപോലിരിക്കുന്ന ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് എന്നാണ്. കുട്ടികൾ ശരിക്കും എന്തുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ ഒരുപാട് ശ്രദ്ധിക്കാത്തതാണ് നിങ്ങൾക്ക് വന്നിട്ട് ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ച് പേരൻസിന് മാത്രം ഞങ്ങൾക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഈ കേസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതിനെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തുവാണ് മനസ്സിലായിരിക്കുന്നത്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്തുവാണ്, നിങ്ങൾക്ക് എന്തുവാണ് ഈ സൊസൈറ്റിയോട് പറയാനുള്ളത്, അതിനൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്ന ഉത്തർപ്രദേശിലിരിക്കുന്ന ഗാസിയാബാദ് ഡിസ്ട്രിക്ട്, അവിടെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഭാരത് സിറ്റി സൊസൈറ്റി എന്നാണ്. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു 5 കുട്ടികളുടെ കൂടെ 7 പേര് താമസിച്ചുണ്ടാവും. ഇനി ഈ 5 കുട്ടികളുടെ അച്ഛൻ്റെ പേര് ചേതൻ എന്നാണ്. ഇനി ചേതന് വന്നിട്ട് 2 ഭാര്യമാരാണ്, 2 കല്യാണം കഴിച്ചിരിക്കുകയാണ്. ആ 2 പേര് വന്നിട്ട് ചേട്ടത്തിയും അനിയത്തിമാരാണ്. ഇനി ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 5 കുട്ടികളാണ്. ആദ്യത്തെ ഭാര്യന് 3 കുട്ടിയും രണ്ടാമത്തെ ഭാര്യനും 2 കുട്ടിയാണ്. ഈ 5 പേരിൽ 4 പേര് പെൺകുട്ടിയാണ്, ഇനി ഒരാൾ വന്നിട്ട് ആൺകുട്ടിയാണ്. ഇനി ഇവരെല്ലാവരും മൈനറാണ്, വെറും 18 വയസ്സിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടികളാണ്. അച്ഛനായ ചേതൻ വന്നിട്ട് ഒരു ട്രേഡിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടായത്. ഒരുപാട് ലോൺ മേടിച്ചിട്ടുണ്ടായി, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഇവർ ആ അപ്പാർട്ട്മെന്റിൽ 9th ഫ്ലോറിലായിരുന്നു താമസിച്ചുണ്ടായത്. ഇനി ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്ന ജനുവരി 4-ാം തീയതി രാവിലെ സമയത്ത് ഏകദേശം 2 മണി സമയത്തിൽ ഇവരുടെ കുട്ടികളായ വിശിക 12 വയസ്സാണ്, പ്രാച്ചി 14 വയസ്സാണ്, പാക്കി 12 വയസ്സാണ്. ബാൽക്കണിയിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ചെയറുടെ സഹായത്തിനാൽ അവർ ഒരാളുടെ പുറകെ ഓരോരോ പേരായി 9ാമത്തെ ഫ്ലോറിൽ നിന്ന് അതിന് ശേഷം അവരുടെ റൂം തിരക്കിയപ്പോൾ അവർക്ക് നോട്ട് കിട്ടുന്നതായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴാണ് ഇതിന്റെ പുറകിലുള്ള ശരിക്കും എന്തുവാണ് കാരണം എന്ന് മനസ്സിലായത്. എന്തിനാന്ന് വെച്ചാൽ മൈനർ ആയിരിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഒരു വലിയ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്, തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ ഡിസിഷൻ എടുത്തിട്ട് അവർ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ വന്നിട്ട് പോലീസ് അവിടെ എത്തിയാലും കൂടി ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല. എന്തുവാ ശരിക്കും സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ദിവസം പുറകെ പോകേണ്ടതാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, കൊറോണ വരുന്നതിനെക്കാട്ടിലും മുന്നേ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഉണ്ടായി എന്ന്. നിങ്ങളുടെ കുട്ടികൾ വന്നിട്ട് സ്കൂളിലോട്ട് പോകുന്നതാവട്ടെ, സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നതാവട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്നതാവട്ടെ, അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം അല്ലെങ്കിൽ അമ്മുമ്മയോടൊപ്പം അപ്പൂപ്പനോടൊപ്പം ഒരുപാട് ചെലവ് ചെയ്തുകൊണ്ടായ സമയമായിരുന്നു അത്. ആ സമയത്ത് കുട്ടികൾ വന്നിട്ട് ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായില്ല. എന്ന് വെച്ചാൽ അച്ഛനും അമ്മേനും നല്ലോണം അറിയാമായിരുന്നു ഫോണ് വന്നിട്ട് അവർക്ക് ഇതൊരു റൈറ്റ് ടൈമല്ല കൊടുക്കാനുള്ളതും, പിന്നെ അവർ ഉപയോഗിക്കാൻ ഇത് വന്നിട്ട് അവർക്ക് പ്രായമായിട്ടില്ല. ഇനി ആ സമയത്ത് കുട്ടികൾ വന്നിട്ട് ചെലവ് ചെയ്യാൻ വേണ്ടി ഫാമിലിയോടൊപ്പം സംസാരിക്കുന്നതാവട്ടെ, വീട്ടിലിരിക്കുന്ന ആരോടെങ്കിലും കളിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ പുറത്ത് ചെന്ന് ഫ്രണ്ട്സോട് കളിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്നതാവട്ടെ, സ്കൂളിൽ ചെല്ലുന്നതാവട്ടെ, അതിലായിരിക്കും അവരങ്ങനെ ചെലവ് ചെയ്തുകൊണ്ടായത്. ആ സമയത്ത് പേരൻസിന് നല്ലോണം അറിയാമായിരുന്നു കുട്ടികളുടെ കയ്യിൽ വന്നിട്ട് ഫോൺ കിട്ടുവാണെങ്കിൽ അവർ വന്നിട്ട് പഠിക്കത്തില്ല, ഒരുപാട് സമയം വന്നിട്ട് ഫോണിലായിരിക്കും ചെലവ് ചെയ്യാറ്. ഇനി വന്നിട്ട് ഫാമിലിയോടൊപ്പം ചെലവ് ചെയ്യാറില്ല, ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് പേരൻസ് ആ സമയത്തിൽ കുട്ടികൾ എത്രയേ വാശി പിടിച്ചാലും ഫോൺ കൊടുക്കാതിരുന്നത്. ഇത് വന്നിട്ട് കൊറോണ വരുന്ന കാട്ടിലും മുന്നേ ഉണ്ടായതാണ്. എപ്പോൾ കൊറോണ വരും അതിൻ്റെ ശേഷം വന്നിട്ട് എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മാറും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വന്നിട്ട് കൊറോണ വരുന്ന കാട്ടിലും മുന്നേ ഉണ്ടായ ഒരു റിയാലിറ്റിയാണ്. ഇനി കൊറോണ വന്നതിന് ശേഷം ശരിക്കും എന്തുവാ സംഭവിച്ചതെന്ന് നോക്കുവാണെങ്കിൽ എല്ലാ കുട്ടികളുടെ കയ്യിൽ വന്നിട്ട് ഓരോരോ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. എന്തിനാന്ന് പറയുമ്പോൾ സ്കൂൾ അടിച്ചതിന് ശേഷം ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അപ്പോൾ കമ്പൽസറി ആയിട്ട് കുട്ടികളുടെ കയ്യിൽ വന്നിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവണമായിരുന്നു.
അപ്പോൾ പേരൻസിന് വന്നിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളിന് എഡ്യൂക്കേഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടിയും അവരുടെ ഫ്യൂച്ചർ വന്നിട്ട് ബെറ്റർ ആയിരിക്കണം എന്ന് വെച്ച് അവർ കുട്ടികളിന് ഫോൺ മേടിച്ച് കൊടുക്കാൻ തുടങ്ങും. ആ സമയത്തിലാണ് കുട്ടികളുടെ കയ്യിൽ വന്നിട്ട് ഫോൺ കിട്ടിയത്. അതുമല്ലാതെ അവർ വന്നിട്ട് ഒരുപാട് സമയം ചെലവ് ചെയ്തിരിക്കുന്ന ആ സമയത്തിലാണ്. ഫോണിൽ കൂടെ ഗെയിംസ് കളിക്കുന്നതാവട്ടെ, ക്ലാസ് കേൾക്കുന്നതാവട്ടെ, ഫ്രണ്ട്സോട് സംസാരിക്കുന്നതാവട്ടെ, ആ രീതിയിൽ അവർ ഒരുപാട് സമയം വന്നിട്ട് ഫോണിലായിരുന്നു ചിലവ് ചെയ്തുകൊണ്ടായത്. ഈ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എപ്പോൾ കുട്ടികൾ വന്നിട്ട് ഒരുപാട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി, ആ സമയത്തിൽ വന്നിട്ട് കുട്ടികളുടെയും പേരൻസിനും ഇടയിലിരിക്കുന്ന ഗ്യാപ്പ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. പിന്നീട് പേരൻസിന് വന്നിട്ട് കുട്ടികളുടെ മുകളിലിരിക്കുന്ന കൺട്രോളും കുറയാൻ തുടങ്ങി. അതിന് ശേഷമാണ് കുട്ടികൾ വന്നിട്ട് ഒരുപാട് വാശി പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഫോണും വേണം, ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കത്തില്ല, ഞാൻ സ്കൂളിലോട്ട് പോകത്തില്ല, ഞാൻ ഹോംവർക്ക് ചെയ്യത്തില്ല. അങ്ങനെയായിരുന്നു അവർ വാശി പിടിച്ചുകൊണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുവാ എന്ന് നോക്കുവാണെങ്കിൽ അവർക്ക് പോലും അറിയത്തില്ല അവർ വന്നിട്ട് ഫോണിൽ എഡിക്റ്റഡ് ആയിരിക്കുക എന്ന്. ഫോണിൽ എങ്ങനെയാണ് എഡിക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ ആ പേഴ്സണിന് വന്നിട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല, താല്പര്യം ഉണ്ടാവത്തില്ല. എവിടെ പോവുകയാണെങ്കിലും ആ വ്യക്തിന് വന്നിട്ട് കയ്യിൽ ഫോൺ വേണം. അതാണ് എഡിക്റ്റഡ് ആയിരിക്കുന്നതിൽ വന്നിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറയാം. ഇത് വന്നിട്ട് ഒരു വലിയ ഇഷ്യൂ ആണ്. ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും ഫോണിൽ എഡിക്റ്റഡ് ആയിരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. അത് വന്നിട്ട് നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, ഇല്ലെങ്കിൽ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഇത് വന്നിട്ട് ഒരു മേജർ ഇഷ്യൂ ആയി മാറിയിരിക്കുവാണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഫ്യൂച്ചറിൽ വന്നിട്ട് ഒരുപാട് ചർച്ച ചെയ്യൽപ്പെടും എന്നാണ് എൻ്റെ വിചാരം. ഇനി ഇവരുടെ വീട്ടിലുണ്ടായ കുട്ടികളും കൂടി ഫോണിലായിരുന്നു ഒരുപാട് സമയം ചെലവ് ചെയ്തുകൊണ്ടായത്. അതിൽ മരിച്ചു പോയിരിക്കുന്ന 3 കുട്ടികളും വന്നിട്ട് ഒരുപാട് സമയം ചെലവ് ചെയ്തുകൊണ്ടായി എന്നാണ് മനസ്സിലായത്. ഇനി ഒരു പേഴ്സൺ വന്നിട്ട് ഫോണിൽ എഡിക്റ്റഡ് ആയിരിക്കുക എന്ന് നോക്കുവാണെങ്കിൽ ആ പേഴ്സൺ വന്നിട്ട് ഫോണിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ചെയ്തുകൊണ്ടാവും. എന്നാൽ മാത്രമാണ് അത് അട്രാക്റ്റ് ചെയ്യുന്ന ആ പേഴ്സണിനെ വന്നിട്ട് റിട്ടേൺ ഫോൺ എടുത്തിട്ട് അതേ കാര്യം ചെയ്യാൻ വേണ്ടി. ഇനി ഇവരുടെ കേസിൽ വന്നിട്ട് ഇവർ ശരിക്കും എന്തുവാ ചെയ്തുകൊണ്ടായി എന്ന് നോക്കുവാണെങ്കിൽ ഇവർ വന്നിട്ട് കൊറിയൻ ബേസിലിരിക്കുന്ന ഒരു കൊറിയൻ ലവ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ബേസ്ഡ് ഗെയിമായിരുന്നു കളിച്ചുകൊണ്ടായത്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ മരിച്ചു പോയിരിക്കുന്ന 3 പെൺകുട്ടികൾ വന്നിട്ട് ഈ ഗെയിം കളിച്ചുകൊണ്ടായി എന്നാണ്. മരിച്ചു പോയിരിക്കുന്ന 3 പേര് വന്നിട്ട് ഈ ഗെയിമിൽ വളരെ എഡിക്റ്റഡ് ആയിരുന്നു. അവർ സ്കൂളിലോട്ട് ഇറഗുലർ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടായത്. പേരൻസ് ജോലി ചെയ്യാൻ പുറത്തു പോയപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തിൽ അവർക്ക് ആരുടെയും സ്നേഹം കിട്ടാത്തപ്പോൾ അവർ വന്നിട്ട് ഒരുപാട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടായി. ഇനി അവർ വന്നിട്ട് കൊറിയൻ ഗെയിമിൽ എത്ര എഡിക്റ്റഡ് ആയിട്ടുണ്ടായി എന്ന് നോക്കുവാണെങ്കിൽ അവരുടെ റൂമിൽ വന്നിട്ട് അവർ കൊറിയനിൽ എഴുതി വെച്ചിരിക്കുന്നതും പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറിയനിലായിരുന്നു സംസാരിച്ചുകൊണ്ടായതും വിളിച്ചുകൊണ്ടായതും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ജനറലായി നോക്കുവാണെങ്കിൽ പേരൻസ് വിചാരിക്കുന്നത് കുട്ടികൾ വന്നിട്ട് മെച്യൂർ ആയിരിക്കുവാണ്, അവർക്കറിയാം ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. അതുകൊണ്ട് മാത്രമാണ് പേരൻസ് കുട്ടികളുടെ ചില കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുന്നത്. ഇനി കുറച്ച് ദിവസത്തിൻ്റെ ശേഷം വന്നിട്ട് ആ കുട്ടികളുടെ ബിഹേവിയറിൽ വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് കണ്ടപ്പോൾ, ഒരുപാട് വിയർഡ് ചേഞ്ചസ് കണ്ടപ്പോൾ പേരൻസ് വന്നിട്ട് ഫോൺ മേടിച്ച് വെക്കുന്നതായിരിക്കും. ഇനി അവർ ഫോൺ ഉപയോഗിക്കുന്ന കണ്ടാൽ വഴക്ക് പറയുന്നുണ്ടായി. ആ സമയത്ത് എല്ലാ പേരൻസും കുട്ടികളുടെ നല്ലതിന് വേണ്ടിയും കുട്ടീന് വന്നിട്ട് ഒരു നല്ല ഭാവിയും നല്ല ഫ്യൂച്ചറും വരട്ടെ എന്ന് വിചാരിച്ച് ഫോൺ ഉപയോഗിച്ച് ചുമ്മാ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ സമയത്ത് ഫോൺ കൊടുക്കാതിരിക്കുന്നത്. പിന്നീട് അവർ വന്നിട്ട് അതിൻ്റെ ശേഷം എന്തുവാ സംഭവിക്കാൻ പോകുന്നത്, ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അവർ ആലോചിക്കത്തില്ല. പക്ഷെ അവർ ആലോചിക്കുന്നത് എന്തുവാ എന്ന് വെച്ചാൽ ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഫോൺ ഉപയോഗിക്കുന്നത് കുറയും, അപ്പോൾ അവരിരുന്ന് പഠിക്കും എന്നുള്ളൊരു ആലോചനയിലായിരിക്കും അവരിരിക്കുന്നത്. അതിൻ്റെ ശേഷം കുട്ടികൾ വന്നിട്ട് അച്ഛനോട് ഫോണിന് വേണ്ടി വഴക്ക് വെക്കുന്നതായിരിക്കും. ഇനി ആ ഗെയിമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ടാസ്ക് ബേസ്ഡ് ഗെയിമാണ്. ആ ഗെയിം കളിച്ചതിന് ശേഷം വന്നിട്ട് അവർക്കൊരു റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. ആ റിവാർഡ്സിന് വേണ്ടിയായിരിക്കും അവർ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ ഡേയ്സിൽ വന്നിട്ട് സിമ്പിളായിരിക്കുന്ന എല്ലാവരോടും ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ടാസ്കുടെ ഡിഫിക്കൽട്ടി വന്നിട്ട് കുറച്ചായി കൂടുന്നതായിരിക്കും. ആ സമയത്ത് ആ ടാസ്ക് കളിച്ചുകൊണ്ടായ പേഴ്സണിനെ കുറിച്ച് ആ ഗെയിം നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ ഗെയിം ആ പേഴ്സണിനെ മെൻ്റലി ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു എഡിക്റ്റഡ് പേഴ്സണായി മാറ്റിയിരിക്കും. ഗെയിം തുടങ്ങുന്നത് വന്നിട്ട് ഒരു സിമ്പിൾ ടാസ്കിലായിരിക്കും. അതിനുശേഷം അത് ഉണ്ടാവുന്നത് വന്നിട്ട് ഒരു കോംപ്ലക്സ് ആയിരിക്കുന്ന, എന്ന് വെച്ചാൽ ജീവൻ വരെ പോകുന്ന രീതിയിലിരിക്കുന്ന കോംപ്ലക്സ് വരെ എത്തുന്നതായിരിക്കും അത്. ഇനി ടാസ്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, 1, നിങ്ങൾ രാത്രി 12 മണിക്ക് എണീച്ചിരിക്കണം. 2, നിങ്ങൾ സ്കൂളിലോട്ട് പോകാൻ പാടില്ല. 3, നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ പാടില്ല എന്നായിരിക്കും. ഇത് വന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന സിമ്പിൾ എക്സാമ്പിളാണ്. ഇത് വന്നിട്ട് കോംപ്ലക്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ശേഷം ഇവർക്ക് ഒരുപാട് ദിവസം ഫോൺ കിട്ടാതെ ആയപ്പോൾ ഇവർ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ മുന്നേ ഇവരൊരു ലെറ്റർ എഴുതുന്നതായിരിക്കും. ഇനി ആദ്യത്തെ പേജിൽ ഇവർ എഴുതിയിരിക്കുന്നത്, സോറി പപ്പ,
എന്ന് വെച്ച് ഒരു പേജ് ചെയ്തിരിക്കുവാണ്. ഇനി ഒരു പേജിൽ വന്നിട്ട് ഒരു കുട്ടി കരയുന്ന പോലെ ഒരു ഇമോജി എടുത്തിണ്ടായി. ജനുവരി 4-ാം തീയതി റൂമിനെ അകത്തിൽ നിന്ന് പൂട്ടി ബാൽക്കണിയുടെ അടുത്ത് ചെന്ന് ചെയറുടെ മുകളിൽ നിന്ന് 9th ഫ്ലോറിൽ നിന്ന് ഒരാൾ ചാടിയതിനു ശേഷം മറ്റൊരാളായി 3 പേര് അവിടെ. ഇത് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ മനസ്സിലായിരിക്കുന്ന സത്യമാണ്. നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് കേട്ടതിന് ശേഷം എന്തുവാ പറയാനുള്ളത്?